2020 അവസാനത്തോടാണ് 2016 തരേണ്ട ശമ്പള പരിഷ്കരണം നടന്നത്. ഇത്രയും വർഷമായിട്ടും 10 വർഷമായിട്ടും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡിമാൻഡ്. ഈവൻ പണയം വെച്ച് 24 മണിക്കൂറും ജോലി ചെയ്ത ആ ഒരു ശമ്പള കുറിച്ചാണ് ഞങ്ങൾ ആദ്യമായി ചോദിക്കുന്നത്. സാമ്പത്തിക പ്രശ്നം പറയുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാത്തിനും പൈസ ഉണ്ടല്ലോ. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ കൂടുതൽ ആവശ്യങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. 2016 തരേണ്ട ശമ്പള കുടിശ്ശിക ഞങ്ങൾ ചോദിക്കും. എന്താണ് തെറ്റ്? വെള്ളം മെഡിക്കലുള്ള സ്റ്റാഫ് തന്നെ വളരെ കുറവാണ്. അപ്പം ആ മെഡിക്കൽ കോളേജിൽ നിന്നും പുതിയ മെഡിക്കൽ കോളേജ് മാറ്റുമ്പോഴത്തേക്ക് ഇവിടുത്തെയും പ്രവർത്തനം താളം തെറ്റുന്നു, പുതിയ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം താളം തെറ്റുന്നു. അപ്പം രോഗി പീഡനം ബാധിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ആളില്ല. ഈ സിസ്റ്റം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, കേരളം മുതൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, കേരളത്തിൻ്റെ ജനത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം പരിഹാരം ഉണ്ടായിപ്പെടും. അപ്പോൾ അങ്ങനെ ജീവൻ പണയം പിടിച്ച് ജോലി ചെയ്ത ഞങ്ങളെ എന്തിനെങ്ങനെ പീഡിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ ചോദ്യം. നമസ്കാരം. ശമ്പള കുടിശ്ശിക അനുവദിക്കണം എന്നതടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ സമരം തുടങ്ങിയിട്ട് ഏറെ ദിവസങ്ങളായി. അവർ കൂടുതൽ സമരം കടുപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. നിരവധി ഡോക്ടർമാരാണ്, അതായത് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് ഇപ്പോൾ സമരം കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ ശമ്പള കുടിശ്ശിക തന്നെയാണ്. നമുക്കറിയാമല്ലോ, ഞങ്ങൾക്ക് 10 വർഷം കൂടുമ്പോഴാണ് ശമ്പള കുടിശ്ശിക കിട്ടുന്നത്, ശമ്പള പരിഷ്കരണം ഉള്ളത്. 2014 ശമ്പള പരിഷ്കരണം അവസാനം നടന്നത്. അപ്പോൾ അന്ന് അത് നടന്നു തന്നെ ഏകദേശം 4.25 വർഷം കഴിഞ്ഞിട്ടാണ്. അതായത് 2020 അവസാനത്തോടാണ് 2016 തരേണ്ട ശമ്പള പരിഷ്കരണം നടന്നത്. ഓക്കെ, അപ്പോൾ അന്ന് നമുക്ക് പറഞ്ഞത് എന്താണ്? 2020 മുതലുള്ള പരിഷ്കരണം ഒന്നുമുള്ള ശമ്പളം നമുക്ക് തന്നിട്ടുള്ളൂ. അന്ന് ഇവിടെ പറഞ്ഞത് ശമ്പളം 2016 മുതൽ 2020 സെപ്റ്റംബർ ഒക്ടോബർ വരെയുള്ളത് ഉടൻ തന്നെ തരും എന്ന് പറഞ്ഞു. അത് ഇത്രയും വർഷമായിട്ടും 10 വർഷമായിട്ടും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡിമാൻഡ്. ഞങ്ങൾ ശമ്പളം കൂടുതലല്ല ചോദിക്കുന്നത്, ശമ്പള കുടിശ്ശികയാണ്. അതും നമുക്കെല്ലാം അറിയാം, ലോകം മൊത്തം കോവിഡ് മഹാമാരിയിൽ വിലങ്ങലിച്ച് നിന്നപ്പോൾ കേരളം ആണ് ഏറ്റവും അതിന് മുമ്പോട്ടുന്നത്. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾ പ്രത്യേകിച്ച് മെഡിക്കൽ ഡോക്ടർമാരെ അധ്വാനിച്ചതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ആയുഷ്കാലം നമ്മുടെ ജീവൻ പണയം വെച്ച് 24 മണിക്കൂറും ജോലി ചെയ്ത ആ ഒരു ശമ്പള കുറിച്ചാണ് ഞങ്ങൾ ആദ്യമായി ചോദിക്കുന്നത്. സർക്കാർ പറയുന്നത് അതെന്തോ ലീഗൽ പ്രശ്നം ഉണ്ടെന്നാണ്. പക്ഷെ ഞങ്ങൾ അറിവില്ല, ഒരു ലീഗൽ പ്രശ്നമില്ല. അഥവാ ഞങ്ങൾ അത് അന്വേഷിച്ചു, ലീഗൽ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. കാര്യം ഒരു കേസ് ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചുള്ളതല്ല, അത് മറ്റുള്ള ആർട്സ് കോളേജ് ടീച്ചേഴ്സ് സംബന്ധിച്ചുള്ള ഇതാണ്. അവർക്ക് മെഡിക്കൽ കോളേജ് UGC ഗ്രാൻഡ്, ഞങ്ങൾക്ക് UGC ഗ്രാൻഡ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കുന്നതല്ല. ലീഗൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടാനുള്ള ഒരു മാധ്യമം മാത്രമായിട്ടാണ് ഞങ്ങൾ പരിഗണിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം പറയുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാത്തിനും പൈസ ഉണ്ടല്ലോ. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ കൂടുതൽ ആവശ്യങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. 2016 തരേണ്ട ശമ്പള കുടിശ്ശിക ഞങ്ങൾ ചോദിക്കും. എന്താണ് തെറ്റ്? അതെ, അപ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി വരുന്നില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ സർക്കാർ വിചാരിച്ചാൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്കത് തരാൻ സാധിക്കും. മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ്? മറ്റു പ്രശ്നങ്ങൾ നമുക്കറിയാം. ഞങ്ങളൊക്കെ പണ്ട് പഠിക്കുമ്പോൾ 5 മെഡിക്കൽ കോളേജ് ആയിരുന്നു. അത് കഴിഞ്ഞ് 8 മെഡിക്കൽ കോളേജ് വന്നു. അതായത് 13 മെഡിക്കൽ കോളേജ് ഉണ്ട് ഇപ്പോൾ. പക്ഷേ അതിനാവശ്യമുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ നമുക്കറിയാം, നമുക്ക് രോഗി പരിചരണമുണ്ട്, UG പിള്ളേരെ പഠിപ്പിക്കണം, PG കുട്ടികളെ പഠിപ്പിക്കണം. അതിന് വേണ്ടിയുള്ള ഓരോ മെഡിക്കൽ കോളേജ് സ്റ്റാഫ് ഉണ്ടാകണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ മെഡിക്കൽ കോളേജിലേക്ക് പഴയ മെഡിക്കൽ കോളേജ്, അതായത് തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, ആലപ്പുഴ എന്നുള്ള മെഡിക്കൽ കോളേജിൽ നിന്നും ആളുകളെ പുനർവിന്യസിക്കുകയാണ്. അപ്പോൾ ചുരുക്കപ്പോൾ എന്ത് സംഭവിക്കുന്നു? വെള്ളം മെഡിക്കൽ കോളേജ് സ്റ്റാഫ് തന്നെ വളരെ കുറവാണ്. അപ്പം ആ മെഡിക്കൽ കോളേജിൽ നിന്നും പുതിയ മെഡിക്കൽ കോളേജ് മാറ്റുമ്പോഴത്തേക്ക് ഇവിടുത്തെയും പ്രവർത്തനം താളം തെറ്റുന്നു, പുതിയ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം താളം തെറ്റുന്നു. അപ്പം രോഗി പീഡനം ബാധിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ആളില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒരു തകരാറിൻ്റെ വക്കിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സമരം ശമ്പള കുടിശ്ശിക മാത്രമുള്ള സമരമല്ല, മറിച്ച് ഞങ്ങളെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസം തകരരുത് എന്നുള്ള ഞങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹം, അതിനു വേണ്ടിയുള്ള സമരമാണിത്. അതിൽ മുട്ടിന് മെഡിക്കൽ കോളേജ് ഉണ്ട്, പക്ഷേ ആവശ്യമായ ഡോക്ടർമാരോ മറ്റു സംവിധാനങ്ങളോ ഇല്ല. തീർച്ചയായും അതെ, ആവശ്യമായ ഡോക്ടർമാരില്ല, മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പഴയ നമുക്ക് കേരള മാതൃക എന്നുള്ള 1-2 ദിവസം ഉണ്ടാക്കിയതുകൊണ്ടല്ല. നമുക്കറിയാം, ജനറൽ ഹോസ്പിറ്റലും തൈക്കാട് ആശുപത്രിയൊക്കെ 800കളിലുണ്ട്. അപ്പോൾ അന്ന് വലിയൊരു നൂറ്റാണ്ടിൻ്റെ
എന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കേരള ബാക്ക്ഗ്രൗണ്ടാണ്, കേരള മോഡലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതാണ് കണ്ടുപഠിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതും ഈ സിസ്റ്റത്തിൽ നിലനിൽക്കുന്നതും ആ സിസ്റ്റം താഴോട്ട് പോകാമെന്ന് പറയുന്നത്. അപ്പം ഈ സിസ്റ്റം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, കേരള മോഡൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, കേരളത്തിൻ്റെ ജനത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം പരിഹാരം ഉണ്ടായേ പറ്റും. പക്ഷേ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് എന്നാണ് സർക്കാർ. അത് ശരിയാണ്. എന്തുകൊണ്ടാണ്? അത് ഞങ്ങൾ അഹോരാത്രം പണി ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നമ്മൾ കോവിഡ് നമുക്കറിയാം, ലോകം മൊത്തം എന്താണ് നമുക്ക് ധാരാളം നമുക്ക് അവാർഡുകൾ കിട്ടി. എന്തുകൊണ്ടാണ്? ഞങ്ങൾ 24 മണിക്കൂർ ഞങ്ങളുടെ ജീവൻ പണയം വെച്ച് ജോലി ചെയ്തുകൊണ്ടാണ്. മാത്രം ഞങ്ങളുടെ ഡോക്ടർമാർ ഒരാൾ മരിച്ചിട്ടുണ്ട്, അതാരും അറിയുന്നില്ല. ധാരാളം ആൾക്കാർക്ക് രോഗങ്ങൾ വന്നു, കോവിഡ് വന്ന് പിടികെട്ടു. കോവിഡിന് ഒരു ലോങ് ടേം കോവിഡ് എന്നൊരു വരുവാണ്. അതായത് ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും ബാധിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ജീവൻ പണയം പിടിച്ച് ജോലി ചെയ്ത ഞങ്ങളെ എന്തിനെങ്ങനെ പീഡിപ്പിക്കും എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഈ മെഡിക്കൽ കോളേജുകൾ നിരവധി വരുന്നുണ്ട്, ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റാഫുകളെയോ ഡോക്ടർമാരെയോ നിയമിക്കുന്നില്ല. സാർ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലം മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി എന്തുകൊണ്ടാണ് സർക്കാർ മറികടക്കാത്തത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അത് എനിക്കൊന്നും സർക്കാരല്ലേ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ഒരു ധാരാളം കുറച്ച് പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമാണ്. ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ എന്തൊക്കെ വേണം? ഒരു യൂണിറ്റ് തുടങ്ങുന്ന ഒരു പ്രൊഫസർ വേണം, അസോസിയേറ്റ് പ്രൊഫസർ വേണം, ഡ്യൂട്ടി ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് വേണം. അപ്പോൾ അതിന് അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എല്ലാ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് തുടങ്ങണം എന്ന് എന്താണ് ഒരു ഖ്യാതി പകർത്തുകയല്ല വേണ്ടത്. തുടങ്ങുകയാണെങ്കിൽ ആത്മാർത്ഥയോടെ തുടങ്ങുക, എങ്കിൽ മാത്രമേ നമ്മുടെ സിസ്റ്റം നിലനിൽക്കത്തുള്ളൂ. സാർ ഏത് മെഡിക്കൽ? ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ്. പേരെന്താണ്? എൻ്റെ പേര് ഡോക്ടർ ഹരിപ്രസാദ്. സമാനമായ രീതിയിൽ തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിലേക്കോ കോഴിക്കോടേക്കോ ഇങ്ങനെ സ്ഥലം മാറ്റിയിട്ടുണ്ടോ? എനിക്കൊന്നും സ്ഥലം മാറ്റിയല്ല, ഇവിടെ നിന്നല്ല, എല്ലാം ഭൂരിപക്ഷം മേജർ മെഡിക്കൽ കോളേജിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. എന്തായാലും സമരം ഇനി കടുപ്പിക്കാൻ തന്നെയാണ്. സമരം ഞങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് മുമ്പോട്ട് തന്നെ നീക്കും. ഞങ്ങളെ സമരത്തിൽ ഞങ്ങൾ തള്ളിവിട്ടതാണ്. ഞങ്ങൾ ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ സമരത്തിനാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2016 10 വർഷമായി. 2026 അടുത്ത ശമ്പള പരിഷ്കരണം വേണ്ടതാണ്. അപ്പം ഞങ്ങൾ 4 വർഷം വെയിറ്റ് ചെയ്തു. ഞങ്ങൾ തരാം പറഞ്ഞ് 4 വർഷം വെയിറ്റ് ചെയ്ത് ജൂലൈ 1 മുതലാണ് പ്രത്യേക സമരത്തിലേക്ക് ഇറങ്ങിയത്. അത് ഞങ്ങൾ എന്താണ് ആദ്യം ചെയ്തത്? ആദ്യം ഞങ്ങൾ പ്രകടനം നടത്തി, രോഗികളെ നോക്കി, കുട്ടികളെ പഠിപ്പിച്ചു. അങ്ങനെയാണ് മുമ്പോട്ട് നീങ്ങുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് രക്ഷയിലങ്ങനപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ, ഈ ആഴ്ച തിങ്കളാഴ്ച ആണെങ്കിൽ അടുത്ത ആഴ്ച ചൊവ്വാഴ്ച, അങ്ങനെ ഞങ്ങൾ OP ബോയ്ക്കോട്ട് ചെയ്തു. ഒന്നും രക്ഷയില്ലാതെ കണ്ടാണ്, ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സമരം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. അല്ല, എന്നിട്ടും സർക്കാർ കണ്ടില്ല എന്ന് അതാണ് ഞങ്ങൾ 4 വർഷമായിട്ട് ഞങ്ങൾ പറഞ്ഞ പോലെ 4 വർഷം ഞങ്ങൾ അവിടെ പുറകെ നടന്നില്ല. ജൂലൈ 1 മുതൽ ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1 മുതൽ ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലാണ്. എങ്കിലും ഈ നിമിഷം വരെ ഒന്നും നടന്നിട്ടില്ല. ഡോക്ടറുടെ പേര് പറഞ്ഞു? എൻ്റെ ഹരിപ്രസാദ്. എന്തായാലും മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് നമ്മളോട് പ്രതികരിച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായി ഡോക്ടർമാർ ഈ ശമ്പള കുടിശ്ശിക ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം തുടങ്ങിയിട്ട് ഇതുവരെയും ഈ ഒരു സമരത്തിന് പരിഹാരം കാണുവാൻ നമ്മുടെ സർക്കാർ സംവിധാനം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നിരവധി മെഡിക്കൽ കോളേജുകൾ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങുന്നുണ്ട് എങ്കിലും അവിടേക്ക് ആവശ്യമായ ഡോക്ടർമാരെയോ പ്രൊഫസർമാരെയോ മറ്റ് തസ്തികകളിലേക്കോ നിയമനം നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ മെഡിക്കൽ കോളേജ് ഏതെങ്കിലും ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ, തിരുവനന്തപുരത്ത് നിന്നോ മറ്റേതെങ്കിലും ജില്ലകളിൽ നിന്നോ മറ്റുമാണ് ഇത്തരത്തിൽ സ്ഥലം മാറ്റിക്കൊണ്ട് അവരെ നിയമിക്കുന്നത്. ഇത് ഒരു സ്ഥലം മാറ്റം നടന്ന മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ ഉൾപ്പെടെ വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്പർ 1 കേരളമാണ്. അതേസമയം ആരോഗ്യ മേഖലയിൽ നമ്മൾ നമ്പർ 1 ആണ് എന്ന് സർക്കാർ പറയുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഒരു സമരമുഖത്തേക്ക് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ എത്തിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ മറുവശത്ത് OP വിഭാഗം പൂർണ്ണമായും അതിൻ്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുന്ന അവസ്ഥയുമാണ് ഉള്ളത്. മറുവശത്ത് ഡോക്ടർമാരുടെ പ്രതിസന്ധിയും നിലനിൽക്കുന്നു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.